ഞങ്ങൾ റിപ്പോർട്ടർമാർ തയ്യാറാണ്. എല്ലാ ജില്ലകളിൽ നിന്നും അപ്ഡേറ്റുകളുമായി. ദേശപ്പോര് അടിയോടടി. സ്ഥാനാർത്ഥിയാവാനടി, സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാലോ പിന്നെ ജയിക്കാൻ വേണ്ടിയുള്ള മത്സരം. അപ്പൊ ആദ്യം നമുക്ക് ദേശപ്പോരിൽ സ്ഥാനാർത്ഥികളാകാൻ മുന്നണിക്കുള്ളിലുള്ള പടലപ്പിണക്കങ്ങളും മുന്നണിക്കുള്ളിലെ പോരുകളുമാണ് നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ എറണാകുളത്തേക്കാണ്. റിപ്പോർട്ടർമാർ എല്ലാവരും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഓരോ ജില്ലയിൽ നിന്നുള്ള മുന്നണിക്കുള്ളിലെ അടിയുടെയും പോരിന്റെയും വാർത്തകൾ വിശദമായി പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. ഒരിടത്ത് മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ UDF-ൽ പലയിടത്തും അത് കൂടുതലായിട്ട് കാണുന്നു. ഇടതു മുന്നണിയിലും ഉണ്ട്. നമുക്ക് എല്ലാ വാർത്തകളും സമഗ്രമായി പരിശോധിക്കാം. ആദ്യം എറണാകുളത്തേക്ക് പോകുന്നു. ജില്ലയിൽ മുന്നണികളെ വലയ്ക്കുന്നത് വിമതശല്യമാണ്. കീഴ്മാട്, നെല്ലിക്കുഴി, പുല്ലുവഴി ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനാവാതെ വലയുകയാണ് കോൺഗ്രസ്. തൃക്കാക്കര, അങ്കമാലി, പെരുമ്പാവൂർ, ആലുവ നഗരസഭകളിലും വിമത ഭീഷണിയുണ്ട്. DCC അധ്യക്ഷൻ അടുപ്പക്കാർക്ക് സീറ്റുകൾ നൽകിയെന്ന വിമർശനം A ഗ്രൂപ്പ് നേതാക്കൾ ഉയർത്തി പോരിനിറങ്ങിയിരിക്കുന്നു. LDF-ൽ CPM CPI ഭിന്നതയാണ് രൂക്ഷമായി തുടരുന്നത്. അത് മുന്നണിക്കുള്ളിലാണ്. CPM-നുള്ളിലുള്ളതിനേക്കാൾ CPM-ഉം CPI-യും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുമെന്ന് CPI മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സജോ ദേവസിയും മുബഷിർ പി അക്ബറും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ, ഗുഡ് മോർണിംഗ്. മുബഷിർ, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. സജോ, കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് എത്തിയാൽ എറണാകുളത്ത് DCC പ്രസിഡന്റിനെതിരെ പടയൊരുക്കം നടക്കുന്നുവെന്നറിയുന്നു. പലയിടങ്ങളിലും വിമതശല്യം കൊണ്ട് കോൺഗ്രസ് വലയുകയാണെന്ന് കേട്ടു. സജോ, എറണാകുളത്ത് എന്താണ് ചിത്രം? ഇന്നെങ്കിലും എന്തെങ്കിലും തീരുമാനമാവോ? ഇന്നത്തെ ദിവസം കഴിഞ്ഞാലും പൊട്ടിത്തെറി തുടരുമോ കോൺഗ്രസ്? ഡോക്ടർ അരുൺകുമാർ, കോൺഗ്രസിനെ സംബന്ധിച്ച് സംസ്ഥാനത്ത് ഏറ്റവും ശക്തിയുള്ള ജില്ല എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന ഒരു മേഖലയാണെന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് നേരിട്ട് സ്ഥാനാർത്ഥി നിർണയത്തിലും സംഘടനാ സംവിധാനത്തിലും ഒക്കെ ഇടപെടുന്ന ജില്ല കൂടിയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആഭ്യന്തര തർക്കങ്ങൾ, വിമത ഭീഷണി, ഗ്രൂപ്പ് പോര്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് DCC അധ്യക്ഷനെതിരായ പോര് A ഗ്രൂപ്പ് ശക്തമാക്കിയിരിക്കുന്നു. പല സീറ്റ് നിർണയവും, അതായത് മിക്കയിടങ്ങളിലും പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിലടക്കം പല സീറ്റ് നിർണയങ്ങളിലും DCC അധ്യക്ഷൻ ഏകപക്ഷീയമായ തീരുമാനമെടുത്തു. മുതിർന്ന നേതാക്കളെ ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ അവഗണിച്ച് ഒറ്റയ്ക്ക് തീരുമാനമെടുത്തു. അത് തന്നിഷ്ടപ്രകാരം പല സീറ്റുകളും നിർണയിച്ചു. പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ കാര്യത്തിൽ, അതിലാണ് വിവിധ ഡിവിഷനുകളുടെ കാര്യത്തിൽ പരാതിയുള്ളത്. അത് തോൽവിക്ക് പോലും കാരണമാകുമെന്ന വിമർശനം അവർ ആഭ്യന്തരമായി ഉന്നയിക്കുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ വിമത ശല്യം കൊച്ചി കോർപ്പറേഷനിലാണ് കോൺഗ്രസ് നേരിടുന്നത്. വിവിധ ഇടങ്ങളിൽ ഒരു ഡസനോളം സീറ്റുകളിൽ യഥാർത്ഥത്തിൽ വിമത ഭീഷണി നേരിടുന്നു. അതായത് പല സീറ്റ് കിട്ടാത്തവർ, ഗ്രൂപ്പ് തർക്കങ്ങൾ, അതിനെ ചൊല്ലിയൊക്കെയാണ് പലപ്പോഴും മേയർ സ്ഥാനത്തേക്ക് സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്ന ആൾ പോലും വിമതയെ മത്സരിക്കുന്നു. എല്ലാവരെയും പിൻവലിപ്പിക്കാൻ കഴിയുന്നില്ല, എല്ലാവരെയും പിന്തിരിപ്പിക്കാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് തിരിച്ചുപിടിക്കുക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ്. അങ്ങനെ കഴിഞ്ഞ തവണ V4 കൊച്ചി എന്ന കൂട്ടായ്മ ചോർത്തിയ വോട്ടുകളാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായത്. ഇത്തവണ പക്ഷേ അങ്ങനൊരു ഭീഷണിയില്ല. പക്ഷേ ഈ വിമത ശല്യം വലിയ പ്രതിസന്ധിയാകുമോ എന്ന ആശങ്കയുണ്ട്. മിക്കവാറും ഇടങ്ങളിൽ ആലുവ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഘടകകക്ഷികളില്ലാതെ ഭരിക്കുന്ന സ്ഥലമാണ്. അവിടെയും വിമത ഭീഷണി, അങ്ങനെ വിമത ഭീഷണി കാര്യമായി അലട്ടുന്നു. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ,